മമ്മൂട്ടിയുടെ പ്രകടനത്തെക്കുറിച്ച് മലയാളത്തിൽ മാത്രമല്ല കേരളത്തിനു പുറത്തും ചർച്ചയാകുന്നു. തെന്നിന്ത്യൻ സിനിമയിലെ യഥാർത്ഥ ഹീറോ, യഥാർത്ഥ സൂപ്പർ താരം മമ്മൂട്ടിയാണെന്ന് പറഞ്ഞിരിക്കുകയാണ് നടി ജ്യോതിക. കരീന കപൂർ, ബോബി ഡിയോൾ, വിക്രാന്ത് മാസി തുടങ്ങിയ പ്രമുഖർ അണിനിരുന്ന ഫിലിം കമ്പാനിയൻ നടത്തിയ സംവാദത്തിലാണ് ജ്യോതികയുടെ വാക്കുകൾ. നടൻ സിദ്ധാർത്ഥും ജ്യോതികയുടെ അഭിപ്രായത്തെ പിന്തുണച്ചു. തന്റെ പ്രശസ്തിയും സ്റ്റാർഡവും അവഗണിച്ചാണ് മമ്മൂട്ടി കാതലിലെ കഥാപാത്രം ഏറ്റെടുത്തതെന്ന് ജ്യോതിക പറയുന്നു. ഞാൻ തെന്നിന്ത്യയിലെ ഒട്ടുമിക്ക സൂപ്പർ താരങ്ങളോടൊപ്പം അഭിനയിച്ചിട്ടുണ്ട്. എങ്കിലും പറയാതെ വയ്യ, മമ്മൂട്ടിയാണ് യഥാർത്ഥ ഹീറോ. കാതലിൽ അഭിനയിക്കാൻ പോയ സമയത്ത് ആദ്യമായി അദ്ദേഹത്തെ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, സാർ, അങ്ങ് എങ്ങനെയാണ് ഇത്തരമൊരു കഥാപാത്രം തിരഞ്ഞെടുത്തത്? അപ്പോൾ അദ്ദേഹം എന്നോട് തിരിച്ചൊരു ചോദ്യം ചോദിച്ചു, ആരാണ് യഥാർത്ഥ നായകനെന്ന്. യഥാർത്ഥ നായകൻ ആക്ഷൻ ചെയ്യുകയോ വില്ലനെ ഇടിച്ചു വീഴ്ത്തുകയോ റൊമാൻസ് ചെയ്യുകയോ മാത്രം ചെയ്യുന്ന ഒരാളാകരുത്. യഥാർത്ഥ നായകൻ വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിവുള്ള ആളായിരിക്കണമെന്ന്. ശരിക്കും അദ്ദേഹത്തിന് നമ്മൾ കയ്യടി കൊടുത്തേ മതിയാകൂ. കാരണം ഈ കഥാപാത്രം വിജയിച്ചില്ലെങ്കിൽ അദ്ദേഹത്തിന് നഷ്ടപ്പെടാൻ ഒരുപാടുണ്ടായിരുന്നു. കാരണം അത്രമാത്രം ഉയരത്തിലാണ് അദ്ദേഹം ഉള്ളതെന്നും ജ്യോതിക പറയുന്നു. മമ്മൂട്ടിയുടെ കഴിഞ്ഞ 2 വർഷത്തെ സിനിമാ തിരഞ്ഞെടുപ്പും ഓരോ കഥാപാത്രത്തോടുള്ള അഭിനിവേശവും അപാരമാണെന്ന് നടൻ സിദ്ധാർത്ഥും അഭിപ്രായപ്പെട്ടു. യാതൊരു ഈഗോയുമില്ലാതെ ഏതു കഥാപാത്രത്തെയും ഏറ്റെടുക്കാനുള്ള അദ്ദേഹത്തിന്റെ മനസ്സിനെ അഭിനന്ദിച്ചേ മതിയാകൂ. നൻപകൽ നേരത്തു മയക്കം, കാതൽ തുടങ്ങിയ ചിത്രങ്ങൾ ഈയൊരു പ്രായത്തിലും ചെയ്യാൻ കാണിച്ച ധൈര്യം അപാരമാണ്. പുതിയ കഥാപാത്രങ്ങളോട് അദ്ദേഹം പുലർത്തുന്ന കൗതുകം താരതമ്യപ്പെടുത്താൻ പോലും സാധിക്കാത്തതാണെന്നും സിദ്ധാർത്ഥ് പറയുന്നു. 2023 അവസാനിക്കാനിരിക്കെ പോയ വർഷത്തിൽ മലയാള സിനിമയുടെ മുഖമായി മാറിയത് മലയാളത്തിന്റെ മഹാനടൻ മമ്മൂട്ടി തന്നെയെന്ന് പറയാം. തുടർച്ചയായ വിജയങ്ങൾ, മികച്ച സിനിമകളുടെയും കഥാപാത്രങ്ങളുടെയും തിരഞ്ഞെടുപ്പ്, അവിസ്മരണീയമായ അനവധി പ്രകടനങ്ങൾ എന്നിങ്ങനെ മമ്മൂട്ടി നിറഞ്ഞാടിയ വർഷം കൂടിയാണ് കടന്നുപോകുന്നത്.